ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് എൻക്ലെക്സാൻ്റെ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഈ എൻക്ലെക്സാൻ്റെ എക്സാമിന് ഒരു കുഴപ്പമുണ്ടെന്നേ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുവാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന അതേ സെയിം കാറ്റഗറിയിലുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ സെയിം കാറ്റഗറി ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ മനസ്സിലാക്കിക്കോളുക, ആൻസർ തെറ്റിപ്പോകുന്നുണ്ട്. ബി കെയർഫുൾ. അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എ പേഷ്യൻറ്റ് പോസ്റ്റ് അബ്ഡോമിനൽ സർജറി സഡൻലി ഡെവലപ്പ് സീവിയർ അബ്ഡോമിനൽ പെയിൻ, ടെക്കിക്കാർഡിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. വാട്ട് ഷുഡ് ദ നേഴ്സ് ഡു ഫസ്റ്റ്? ഇവിടെ അബ്ഡോമിനൽ പെയിൻ, ടെക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ. മനസ്സിൽ കൂടെ പൊക്കോളൂ എന്തൊക്കെ കാര്യങ്ങൾ പേഷ്യൻറ്റിന് വരാം, ഇതിൻ്റെ റീസൺ എന്താണെന്ന്. ഓപ്ഷൻസ്: അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് അനാൽജസിസ് കൊടുക്കണം, പെയിൻ ഉള്ളത് കൊണ്ട് കൊടുക്കണം. നെക്സ്റ്റ് നോക്കാം. നോട്ടിഫൈ ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഇമ്മീഡിയറ്റ്ലി. ഹെൽത്ത് കെയർ പ്രൊവൈഡറെ എന്തായാലും നമുക്ക് ഇൻഫോം ചെയ്യണം. ഇത് പ്രയോറിറ്റി ആണോ? അസസ് ദ സർജിക്കൽ സൈറ്റ് ഫോർ ബ്ലീഡിംഗ് ഓർ ഡിസ്റ്റൻഷൻ. എന്തായാലും അതും ചെയ്യണ്ടേ? ഡി. എൻകറേജ് ദ പേഷ്യൻറ്റ് ടു ഡീപ് ബ്രീത്ത് ആൻഡ് കഫ്. അത് വേണോ ഇപ്പം? അപ്പോൾ ഇവിടെ പ്രയോറിറ്റി ചോദിക്കുമ്പം ഹെൽത്ത് കെയർ പ്രൊവൈഡറെ ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്യുമ്പോൾ അവർ നമ്മളോട് പേഷ്യൻ്റെ കണ്ടീഷൻ ചോദിക്കും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് അസസ് ദ സർജിക്കൽ സൈറ്റ് ഫോർ ബ്ലീഡിംഗ് ഓർ ഡിസ്റ്റൻഷന്. ഇത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡറെ ഇൻഫോം ചെയ്യാൻ. അപ്പോൾ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് അസസ് ദ സർജിക്കൽ സൈറ്റ് ഫോർ ബ്ലീഡിംഗ് ഓർ ഡിസ്റ്റൻഷൻ. കാരണം പേഷ്യൻ്റെ കണ്ടീഷൻ വേർഡ്സണിങ് ആണെന്നും മേ ബി ഷോക്കിലോട്ട് പോകാം, അല്ലെങ്കിൽ ഡിസ്റ്റൻഷൻ എന്താണെന്ന് ഹെൽത്ത് കെയർ പ്രൊവൈഡർക്ക് അറിയണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം തിങ്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് എന്താണോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിന് ആൻസർ കൊടുക്കുക. പ്രയോറിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് സൈറ്റ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡറെ ഇൻഫോം ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് ഏത് കാറ്റഗറിയോ വീഡിയോ വേണ്ടതെന്നോ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. താങ്ക്